ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഹാങ് ഓവർ മാറാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, രാവിലെ എണീക്കാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ ഇപ്പോൾ പൊരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിക്കലും തുടക്കലും കഴിഞ്ഞ് വിളക്കും വെച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത്. പിന്നെ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമല്ല വെച്ചിട്ടുള്ളത്, ചുക്കുവെള്ളത്തിനുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ചോറ് എന്തായാലും ആവില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊന്നേരി എടുത്ത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കുതിർന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗമാവും. സരിത എണിച്ചെങ്കിൽ ചട്നിയും ചമ്മന്തി അരയ്ക്കുക ദോശയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ചട്നിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചമ്മന്തിക്കുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീൻ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചത്തേക്കുള്ളത് നമുക്കും കുറച്ച് ആയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം സോയാബീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പാലൊക്കെ കൊടുന്ന് ചായയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ അതാ വെള്ളം ഒന്നും ഇങ്ങോട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ ടവലൊക്കെ ഉണ്ട് സൈഡിൽ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ അത് ചുക്കുവെള്ളപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി അപ്പോഴേക്ക് നമ്മുടെ പൊന്നരി കൊണ്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്, ചട്ടണിയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊണ്ടുപോകാനുള്ളതും ആക്കി കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ട്രിപ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. രാവിലെ മക്കൾക്കുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും ഏട്ടനൊക്കെ അമ്പലത്തിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അവർക്ക് ചൂടോടുകൂടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഏട്ടൻ പിന്നെ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ കുറച്ചധികം പാത്രങ്ങൾ കഴുകാണ്ട്, രാവിലെ തുടങ്ങിയിട്ട് പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ അതവിടെ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ്റെയും കഴിക്കലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിക്കാതിരിക്കുക വേണ്ടതെന്ന് ഇങ്ങനെ വിചാരിച്ചു, പക്ഷേ പിന്നെ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അച്ഛൻ ഇത് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ മഴ ഉണ്ട് വെച്ചെങ്കിലും ഈച്ചയുടെ ശല്യം നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പല അസുഖങ്ങളും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിക്കാതിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് കഴുകാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോഴേക്കും നല്ല വെയിലായിരുന്നു. ഈ ഒരു ജനലിൻ്റെ ഈ ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടാവും കേട്ടോ. പിന്നെ ഈ പാത്രത്തുമ്പോൾ അത് തട്ടിയിട്ട് ഇങ്ങോട്ട് മുഖത്തേക്ക് അങ്ങോട്ട് ആവും. അപ്പോൾ നമുക്ക് പാത്രം കഴുകാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്നിട്ടാണ് കേട്ടോ കഴുകിയും കൊണ്ടിരിക്കുന്നത്. പിന്നെ ജനൽ അടച്ചിട്ടാലും ഇങ്ങനെ വെയിലുണ്ട്, വെയിലിനാണെങ്കിൽ നല്ല ചൂടുണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ ഏകദേശമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിന്നു. ആദ്യം സരിതയാണ് കേട്ടോ കഴിക്കാൻ, അവൾ കുട്ടികളെ കൊണ്ടേക്ക് വന്നിട്ട് പിന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവൾ ചോറാണ് കേട്ടോ എടുത്തത്. പൊന്നരിയുടെ ചോറ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പിന്നെ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്തു. പിന്നെ മോളാണ് കേട്ടോ പാത്രങ്ങൾ എടുത്തു വയ്ക്കുന്നത്. അവൾ പാത്രം കഴുകിയാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അതൊക്കെ കറക്റ്റ് സ്ഥലത്ത് എടുത്തു വയ്ക്കട്ടോ. എനിക്കാണെന്നുവെച്ചെങ്കിൽ അത് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അവൾ പാത്രങ്ങൾ എടുത്തേക്കാൻ നിന്നപ്പോൾ ഞാൻ പിന്നെ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ചൂടായപ്പോൾ അരിയും കൂടി ഇട്ട് ഉച്ചത്തേക്കുള്ളത്. പിന്നെ ഞാനും പൊന്നരിയും കൊണ്ടുള്ള ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതും പിന്നെ നമ്മുടെ ദോശയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല മാങ്ങച്ചാറും പിന്നെ സോയാബീനും ഒക്കെ കൂട്ടിയിട്ട് ഞാനും കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോഴേക്കും അവൾ സരിതയുടെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അധികം പണികളൊന്നുമില്ല. ഇനി നമ്മളൊരു 10:30 വരെയൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ അമ്മേനെ വിളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഉച്ചത്തേക്കുള്ളത് നോക്കുകയുള്ളൂ. അപ്പോൾ ഉച്ചത്തേക്കുള്ള കുറച്ച് സോയാബീൻ ഇരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കറിയും ഒരു ഉപ്പേരിയും കൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.